ഇവിടെ നല്ലപോലെ പഴുത്ത കണ്ട് ഇത്ര ആത്തയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാതെ നോക്കാമേ. ഒരു ആത്തയ്ക്കും ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പയ്ക്കകത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ കുരു കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ്. ഒരു സ്പൂൺ ഇട്ടതാ ഇങ്ങനെ ഒന്ന് വെക്കാമെങ്കിൽ എന്റെ പഴുപ്പെല്ലാം അങ്ങ് താഴെ വരും, കുരുവോ മേലിലും വരും. ഇത്രയും പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമ്മള് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഈ ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഈ ഒരു ബൗളിൽ ഇളം ചൂട് പാലാണ്. അതിലേക്ക് 1 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, 2 സ്പൂൺ കോൺഫ്ലവർ. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മധുരം കൂടെ ഇടുവാണ്. പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ കസ്റ്റേർഡും കോൺഫ്ലവറും കൂടെ മിക്സ് ഒഴിച്ചു കൊടുത്ത്, കസ്റ്റേർഡും കോൺഫ്ലവറും ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. എളുപ്പന്നെ കണ്ടോ. ഇപ്പൊ ആത്തപ്പഴത്തിന്റെ സീസൺ ഒക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കിത് മാത്രമല്ല ഷേക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, ആത്തപ്പഴം വെച്ച്. അത് സാധാരണ നമ്മള് ഷേക്കൊക്കെ ഉണ്ടാക്കത്തില്ല, മിൽക്ക് ഷേക്കൊക്കെ, അതുപോലെ തന്നെയാണ്. കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുത്ത് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കുള്ളൂ. ആത്തപ്പഴത്തിന് നല്ല മധുരമായതുകൊണ്ട് ഞാൻ അധികം ഷുഗർ ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം. ഇപ്പൊ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ചൂടോടുകൂടി തന്നെ നമ്മുടെ ആത്തപ്പഴം കൂടി ഇതിനകത്ത് ഇടുവാണ്. ഇതിനി ചൂടോടുകൂടി തന്നെ ഇതേപോലെ ചെറിയ ചെറിയ ബൗളിലാണ് ബൗളിലിടുക. ഇതിപ്പോ നല്ല ചൂടാണ്. ചൂടോടുകൂടി ഇങ്ങനെ ക്രിസ്മസ് വെച്ച് കഴിയുമ്പോൾ ഇച്ചിരൂടെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പൊ ഒരു ഡെക്കറേഷന് വേണ്ടി ചേരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ പുഡിങ് കഴിക്കുമ്പോൾ അതുകൂടെ ഒന്ന് കടിക്കുന്ന നല്ലൊരു ടേസ്റ്റ് ആണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫ്ലേവർ അതിന് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ്ങിനെക്കാട്ടിലും ഒക്കെ ഇത്തിരി ഒരു വെറൈറ്റി ആയിട്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ.